നമ്മൾ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന സിനിമകളിൽ രണ്ടെണ്ണമുണ്ട്. ഒന്ന് എക്കോ ആണ്. എക്കോ കിഷ്കിന്ധകാണ്ഡം ടീമിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആനിമൽ ട്രിലോജിയിലെ മൂന്നാമത്തെ ഭാഗവും കൂടിയാണ്. നമുക്കറിയാം കിഷ്കിന്ധകാണ്ഡം, അതിനുശേഷം കേരള ക്രൈം ഫയൽസ് സീസൺ 2, അതിനുശേഷമാണ് എക്കോ വരുന്നത്. അങ്ങനെയാണ് ആനിമൽ ട്രിലോജിയുടെ ഈ മൂന്നാമത്തെ ഭാഗം, അതിൻ്റെ ഫൈനൽ ചാപ്റ്ററാണിത്. സന്ദീപ് പ്രദീപ്, നരേൻ, വിനീത്, ബിനു പപ്പു അങ്ങനെ തുടങ്ങിയ ഗംഭീര താരനിരയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഡയറക്ടർ, കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ ഡയറക്ടറായ ഡിഞ്ചിത് അയ്യത്താൻ, സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുൽ രമേശ്, ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമ, കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം വരുന്ന ഒരു സിനിമ. ട്രെയിലറും വളരെയധികം പ്രോമിസിംഗ് തന്നെയായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആദ്യ ഷോ കണ്ടിറങ്ങിയ ആദ്യ പ്രതികരണത്തിൽ സംസാരിച്ച പ്രേക്ഷകർ അവരുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് വന്നത്. ഒരു മികച്ച രീതിയിൽ തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ സിനിമയുമായി മുന്നോട്ട് വരുന്നത്. നമുക്ക് ആ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരുന്നു നോക്കാം. കോംപ്ലിക്കേറ്റഡ് ആണ് സ്റ്റോറി. കൊള്ളാം, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അവസാനം വരെ നമ്മൾ ആ ഒരു പടം കൊണ്ടുവന്ന കൊള്ളാം. എങ്ങനെയാണ് ഭയങ്കര സർപ്രൈസിങ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്റർവെല്ലിൽ നമ്മൾ ഒരു പീക്കിലെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിന്തിക്കാനുള്ള സാധനങ്ങളാണ്. പെർഫോമൻസ് സന്ദീപ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അമ്മച്ചിയുടെ റോൾ ചെയ്യുന്ന അവരായാലും സന്ദീപ് ആയാലും സൂപ്പർ. നോർമൽ ഓഡിയൻസിനൊക്കെ ഒരു എല്ലാവർക്കും കിട്ടും, പക്ഷെ അവസാനം കുറച്ച് കൺഫ്യൂഷൻ ആണ്. അത് നമ്മൾ ചിന്തിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? കിഷ്കിന്ധകാണ്ഡം ആ ലെവലിലോട്ട് പോയിട്ടുണ്ട്. അല്ല, എങ്ങനെ പെർഫോമൻസ് ബേസും കൂടെ സന്ദീപ്, നരേന്, വിനീത് എല്ലാവരും അടിപൊളിയാണ്. തിരക്കഥ സ്ക്രീൻ പ്ലേ വൈസ് കൺഫ്യൂസിംഗ് ആണോ? എല്ലാം നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് കൂടെ പറയാമോ? അടിപൊളിയായിരുന്നു. അത് നമുക്ക് കിഷ്കിന്ധകാണ്ഡം കണ്ടതുപോലെ ആ തുടക്കത്തിലെ ഒഴുകി വരുന്ന ഒരു ഇതല്ല. ആദ്യമേ നമുക്ക് സസ്പെൻസ് തന്നുകൊണ്ടിരിക്കുന്നത്, എന്തോ സംഭവിക്കാൻ പോകുന്ന രീതിയിൽ വളരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല അത് സൂപ്പറാണ്. സന്ദീപാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൂപ്പർ. അതെ, കിഷ്കിന്ധയിലെ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇത് വരുന്നത്. ഒരു പോയിന്റ് പടത്തിന് അങ്ങ് മൊത്തം മാറ്റില്ല, അതേപോലെ ഒരു പോയിന്റ് ഈ പടത്തിനുണ്ട്. പക്ഷെ പറഞ്ഞാൽ സന്ദീപ് റൈറ്റിംഗ് നല്ലായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിന് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. സൂപ്പറാണ്. എല്ലാവരും സന്ദീപൊക്കെ നല്ലായിരുന്നു. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസസ്, സിനിമറ്റോഗ്രഫി, മ്യൂസിക്, മെയിൻലി മ്യൂസിക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് മജീദ്. എനിക്ക് ആ മ്യൂസിക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റോറി വൈസ് നല്ലതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. ഓരോ ഫ്രെയിമും നമുക്ക് നമ്മുടെ ലൈഫായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. ഓരോ ഫ്രെയിമും അടിപൊളി പടം, എന്തായാലും കാണാം. ആ ഒരു ടച്ച് ഉണ്ട്. ആ സെയിം ഒരു ടച്ച് ഫീൽ ചെയ്യും നമുക്ക്. ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പടം തുടങ്ങുമ്പോൾ തന്നെ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ടച്ച് തന്നെയാണ് പടം പോകുന്നത്. പക്ഷേ BGM ആണെങ്കിലും ആ ഒരു ഫീൽ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ എൻറ്റയർലി നമുക്ക് വണ്ടർ അടിപ്പിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വന്ന് കാണണം. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കുറച്ച് നമുക്ക് കത്താൻ കുറച്ച് പാടാണ്. എങ്കിലും കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. സോ സന്ദീപൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണോ നമ്മൾ സന്ദീപ് എന്ന് പ്രതീക്ഷിക്കുന്നത്, നെക്സ്റ്റ് ലെവൽ. നേരത്തെ പുള്ളിയുടെ പടക്കളം കണ്ടതിന് നെക്സ്റ്റ് ലെവലിൽ പുള്ളി ഇതിൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, കൂടുതൽ റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. സോ ബെറ്റർ നോട്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് കം ടു ദ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ ക്ലൈമാക്സ് ഒരു കൺഫ്യൂസിംഗ് സ്റ്റേജ് ഒക്കെ ഉണ്ടാവും പറഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യുന്നുണ്ടോ? പടം കാണുക ബ്രോ, ബെറ്റർ പടം കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പടം കാണുക. ഒരു ത്രില്ലർ ഒരു കാറ്റഗറിയിൽ ത്രൂ ഔട്ട് പോകുന്ന ഒരു സിനിമയാണ്. സിനിമ തുടങ്ങി, സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് തന്നെ ഇക്കോ എന്നാണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കാണിക്കുന്നതെങ്കിലും പേരെഴുതി കാണിക്കുമ്പം ഇക്കോ ദ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് അതിൻ്റെ താഴെ ടാഗ് ലൈനായിട്ട് വരുന്നത്. അപ്പോൾ ആരാണ് കുര്യച്ചൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആൾക്കാരും ഈ ഒരു ഇതാണ്. അപ്പോൾ പല കണ്ണികളായിട്ട് ഇതിങ്ങനെ പോകുന്ന അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു സാറാമ്യം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ കിട്ടുന്നു. അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമ പോകുന്നത്. സിനിമയുടെ ഒരു ആദ്യ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇൻട്രിഗിങ് ആയിട്ട് നമ്മൾ പിടിച്ചിരുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് കൊണ്ടുതന്നെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നെങ്കിലും ഒരു 100% കൺവിൻസിങ് ആയിട്ട് എവിടെയൊക്കെ ഒരു റെസിസ്റ്ററായിട്ട് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാലും ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും ഒരു ഹൈ മൊമെന്റ് കിട്ടുന്നുണ്ട്.
പക്ഷെ എന്നിരുന്നാലും എവിടേക്ക് ഒരു ഡിസ്കണക്ഷൻ. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഒരു 7 പ്രാവശ്യം കണ്ട് ഓരോരുത്തരെ ഓരോ ക്യാരക്ടറിനെ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കണ്ട് ഓരോ ലെയറൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമല്ല. പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പക്ഷെ എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ സന്ദീപ് വളരെ മികച്ച. കാരണം അദ്ദേഹത്തിന്റെ ഇതിന് മുമ്പത്തെ സിനിമകൾ വളരെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു നെടുനീള ലിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹം അവസാനം ഇറങ്ങിയ പടക്കളത്തിനകത്ത് വളരെ കാരണം മറ്റുള്ളവരോട് കട്ടക്ക് നിൽക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനും അദ്ദേഹത്തിന്റെ ഒരു നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവിടുത്തെ 2 ആക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു അവർ അതായത് ഒരാളുടെ ഒരു ചെറുപ്പകാലം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അപ്പം അവരും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ നരേൻ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സൗരവ് സച്ദേവ എന്നുള്ളൊരു ആക്ടറുണ്ട്, നമ്മൾ പുഷ്പ 2-ലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ പുള്ളിയുണ്ട്. അപ്പം അങ്ങനെ കുറെ വിനീതുണ്ട്, അങ്ങനെ ഒത്തിരി കുറേ ആക്ടേഴ്സ് ഉണ്ട്, ബിനു പപ്പു. എല്ലാം കൊണ്ടും ഒരു ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു സിനിമ. തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കാന്നുള്ളൊരു സിനിമയാണ് ഇത്. ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് മുഴുവനും കാണിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് നമുക്കൊരു പച്ചപ്പ് തന്നെയാണ്. പിന്നെ കാടിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി സീക്വൻസ് ഉണ്ട്. ഇത് മലേഷ്യയായിട്ട് കാണിക്കുന്ന സ്ഥലങ്ങൾ പോലും അങ്ങനത്തെ രീതിയിലുള്ളതാണ്. അപ്പം നമ്മളൊരു ടിപ്പിക്കൽ കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പ് അല്ല കാണിക്കുന്നത്. മൊത്തം ഒരു പച്ചപ്പും നിറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമ ഓവറോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യചിഹ്നങ്ങളുണ്ട്. എന്തിന് ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഒരാളെ തിരയുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നം പോലെയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ വളരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് അങ്ങനെ തുടങ്ങി മറ്റു ചില അടുത്തൊക്കെ വരുന്ന റിവീലിംഗ് ആവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഒരു ഫീൽ ചെയ്യാത്തൊരു പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സിനിമയുടെ ഒരു റെസിസ്റ്റഡ് പൊട്ടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവസാനം ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഹൈ മൊമെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമ നടത്തിയിരിക്കുന്നത്. വളരെ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി എക്സാഗ്രേറ്റ് ചെയ്തോ അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പോ അല്ലെങ്കിൽ ഒറ്റ പാട്ടില്ല സിനിമയ്ക്കകത്ത്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് 2020 തുടങ്ങിയ ചർച്ചകൾ സച്ചി എന്ന തിരക്കഥാകൃത്ത് സംവിധായകന്റെ ഡ്രീം പ്രോജക്റ്റ് വിലായത് ബുദ്ധ. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയംവദ കൃഷ്ണൻ, ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വിലായത് ബുദ്ധ എന്ന സിനിമയുടെ റിലീസും ഇത് തന്നെയായിരുന്നു. ഈ ചിത്രത്തിന്മേൽ ഒരുപാട് പ്രതീക്ഷകൾ സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ കയറാനായിരുന്നു സാധ്യത എന്നത് വേണം തന്നെ പറയാൻ. എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഒരുപാട് നാളത്തെ ഷൂട്ടിംഗ് പ്രോസസ്സുകൾ, ഒരുപാട് നാളത്തെ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് 2025 നവംബർ 21 ഇന്ന് ഈ ചിത്രം റിലീസിനെത്തിയത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രീകരണ പ്രോസസ്സും ഒക്കെ തന്നെ സച്ചിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ഈ സിനിമ എന്നതും സച്ചിയുടെ സ്വപ്നമായിരുന്നു വിലായത് ബുദ്ധ എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. GR ഇന്ദുഗോപന്റെ വിലായത് ബുദ്ധ എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിനിമയും വന്നിരിക്കുന്നത്. എന്തായാലും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു 30 മിനിറ്റ് ലാസ്റ്റ് അത് അത്രയും കൊള്ളാം, കണ്ടിരിക്കാം. മൊത്തം പോയി ഒന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ആ ഫീൽ അതിൻ്റെ അത് ഇരുന്നിട്ട് എങ്ങനെയും എണീറ്റ് പോകണമെന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ എൻ്റെ ആണ് സമയത്ത് ഒരു കുറെ കോൺസെപ്റ്റ് ചൈതന്യമല അത് ഈ വർഷം ട്രോൾ വരാൻ പോകുന്ന സംഭവമായിരിക്കും. ചൈതന്യമല ഉറപ്പാ. ഓക്കെ, ഒറ്റിട്ട് വരുമ്പോ ആൾക്കാർ എക്സ്പീരിയൻസ് കാണാം. സാൻഡലിന്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വരും, പറയില്ല. The female lead character, she also have done എന്താ പറയുക ഒരു ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ് പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്നത്. പിന്നെ റൊമാൻസ് ഒക്കെ കുറച്ചധികം ക്രിഞ്ചായിട്ട് തോന്നി, കുറച്ച് ഓവർ ഇതായി പോയതുപോലെ ഫീൽ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ഗുഡ് ആസ് എ ഹോൾ. ഇറ്റ് വാസ് BGM is very good കേട്ടോ, അത് പറയണം. ബിക്കോസ് ആ വണ്ടിയുടെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇൻ പേഴ്സൺ അത് ഭയങ്കര കിടിലെന്നൊന്നും പറയാനില്ല. 1 ടൈം വാച്ച്, ഒരു നമുക്ക് പണ്ടൊക്കെ കിട്ടിയിരുന്ന ഒരു മാസ് മസാല ഇല്ലേ, അങ്ങനെ നമുക്കൊരു 1 ടൈം വാച്ചായിട്ട് കാണാം. ചില സീൻസിലൊക്കെ തോന്നി കേട്ടോ, അയ്യപ്പനും കോശിയുടെ ഒക്കെ ചില ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മൂവി കാണുമ്പോൾ എവിടെയെങ്കിലും തോന്നിപ്പോകും, ആ ഒരു റെഫറൻസ് നമുക്ക് വരാറുണ്ട്. Obviously, definitely yes, because the movies which he have done, അത് obviously അത് ഉണ്ടാവുമല്ലോ. 1 ടൈം വാച്ച് ആണ്, ഒരു 1 ടൈം വാച്ച് ഫിലിമാണ്. ഒരു
വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം അങ്ങനെയൊന്നുമില്ല. പിന്നെ പുഷ്പ റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല. പുഷ്പ റെഫറൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. നല്ലൊരു വൺ ടൈം വാച്ച് തന്നെയാണ്. പിന്നെ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അത് പുള്ളി മല ജീപ്പ് ഓടിച്ച് കയറുന്നു, അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. നല്ല VFXും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അഭിനയം ഷമ്മി തിലകൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷമ്മിയുടെ പുള്ളിക്കാരുടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെ കുറച്ച് ലാഗ് ഉള്ള പോലെ ഒരു വൺ ടൈം വാച്ചാണ്. എന്താ പ്രശ്നമായിട്ട് തോന്നുന്നു? അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒന്നെങ്കിൽ ഒരു ഫുൾ ഡ്രാമ ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഫുൾ കൊമേഴ്ഷ്യൽ ആയിട്ട് കൊണ്ടുപോകണം. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പക്ക ഒരു കൊമേഴ്ഷ്യൽ ഉണ്ട്, നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഓക്കെ കിടിലം പടമായിരിക്കും, ജെയ്ക്സ് ബിജോന്റെ BG ഒക്കെ വെച്ച് സെക്കൻഡ് ഹാഫ് ടോപ്പ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് എന്നുമ്പം എന്തോ പടം ഭയങ്കര ഒരു മിസ്സിംഗ് പോലെ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫ് ഇങ്ങനെ വന്ന് ഒന്നും പറയില്ല പടത്തിൽ. ആകെ ഷമ്മി തിലകന്റെ പെർഫോമൻസ് ഉള്ളായിരുന്നു. ഷമ്മി തിലകൻ ടോപ്പായിട്ട് ലൈക്ക് പടത്തിൽ നിന്ന്. പിന്നെ ജെയ്ക്സ് ബിജോയുടെ BG ആ നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻഡിങ്ങും പോരായിരുന്നു, ഇന്റർവെല്ലും പോരായിരുന്നു. ആകെ എടുത്തു പറയാനുള്ള ഫസ്റ്റ് ഹാഫ് മാത്രമാണ്, വേറെ പടത്തിലൊന്നുമില്ല. ആ ഫേസ് ഓഫ് കണക്ട് ആയില്ല, അതാണ് മെയിൻ സംഭവം. ഈ ക്ലാഷ് എന്റെ ക്യാരക്ടർ ഇപ്പൊ അയ്യപ്പനും കോച്ചും ഡ്രൈവിംഗ് ലൈസൻസും പക്കയും നമുക്ക് കണക്ട് ആയി. അപ്പൊ അത് പ്രതീക്ഷിച്ച് വന്നു. പക്ഷെ ഇവിടെ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല, ആ ഒരു ക്യാരക്ടേഴ്സിന്റെ റൈവൽറി. അവിടെയാണ് പടത്തിന് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് പടം ഒരു ആവറേജ് ആയിട്ട് പോയി, അത്രേ ഉള്ളൂ. നോവലും സിനിമയും നോക്കുക. ആ നോവൽ ഞാൻ വായിച്ചത് 2 മാസം കൊണ്ട് വായിച്ചു ചെയ്തു. ഇത് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് ആ നോവലിനെ റീക്യാപ്പ് ചെയ്തില്ലേ. 2 മാസം കൊണ്ട് വായിച്ചു. അതാ നോവൽ വായിക്കുന്നത്. നോവൽ വായിക്കുമ്പോ നോവലിനെ നമ്മളെ വായിച്ച് വെറുതെ കളയുകയല്ല, അതിന്റെ സീക്വൻസിലാണ് അത് വായിച്ച്. അങ്ങനെ ഒരാൾ വായിച്ചതുകൊണ്ടല്ലേ ഈ സിനിമ ഇറങ്ങിയത്. ചുമ്മാ നിങ്ങൾ ഒരു അമർ ചിത്ര കഥ വായിക്കും പോലെ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഈ പുഷ്പ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ പല സീക്വൻസുകൾ ഇതിനകത്ത് ആഡ് ചെയ്യണം തോന്നും. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമയാണ്. പൃഥ്വിരാജിന്റെ ഒരു തിരിച്ചുവരവാണ്. നന്മയുള്ള കഥാപാത്രങ്ങളെ പൃഥ്വിരാജിന് പറ്റുമെന്ന് പൃഥ്വിരാജ് ഇതിൽ നിന്ന് തെളിയിക്കുകയാണ്. ഇതാണ് ആ ബുക്ക് എന്ന് പറഞ്ഞെങ്കിൽ അയ്യോ ഇത് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. മേക്കിംഗ് ആണ് മോശം പടത്തിന്റെ. അയ്യോ പെർഫോമൻസ് വൈസ് ഷമ്മി തിലകൻ സാർ കൊള്ളാം. പുള്ളി കാണാൻ തിലകൻ സാറിനെ പോലെ തന്നെയുണ്ട്. അല്ലാതെ പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ ഒക്കെ ഫസ്റ്റ് കാണിക്കുമ്പോ കൊള്ളാം, ലാസ്റ്റ് ഒക്കെ കാണണം. പൃഥ്വിരാജിന്റെ പുള്ളിയുടെ മേക്കപ്പ് ഒക്കെ വളരെ മോശമാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല BGM എല്ലാം ഓക്കെ. സെക്കൻഡ് ഹാഫ് പോയി, കയ്യിന്ന് പോയി. പാളിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ലെന്തായിരുന്നു. പിന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം സ്ഫടികം സിനിമയാണെന്ന്. സ്ഫടികമാണ്. അതായത് തിലകൻ സാർ ഇല്ലല്ലോ. തിലകൻ സാറിന് പകരം തിലകന്റെ മകനായിട്ട് ഷമ്മി തിലകൻ വന്നിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നടിയുണ്ടല്ലോ, അവര് നല്ല മാസ്പരിക അഭിനയമായിരുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഭ്രമരത്തിലെ ലാലേട്ടനെ പോലെ. ലാലേട്ടന്റെ എല്ലാ സ്റ്റൈലും ഉണ്ട്, സ്റ്റണ്ടും അല്ല അതേ സ്റ്റൈലാണ്, പക്ഷെ ഒത്തില്ല. അത് ഒരേ ഒരു രാജാവുള്ളൂ, മോഹൻലാൽ.